ഇന്നത്തെ എൻ്റെ വിഷയം ബൈബിളും ഭഗവത്ഗീതയുമാണ്. ക്രിസ്തു അനവധി തവണ ഭഗവത്ഗീതയിലെ വാക്യങ്ങൾ, ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിതച്ചത് കൊയ്യും എന്ന് പറയുന്നത് വേദാന്തത്തിലെ, സനാതന ധർമ്മത്തിലെ, ഹിന്ദു ദർശനങ്ങളിലെ കർമ്മഫല സിദ്ധാന്തമാണ്. ആര് എന്ത് ചെയ്യുന്നു അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എന്നാണ് വിധത്തിൽ കൊയ്യും എന്ന് പറഞ്ഞത്. ഗീതയുടെ അന്തസത്തയിൽ വരുന്ന അനവധി വാക്യങ്ങൾ യേശു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഏതാനും ചില ഞാൻ ഇവിടെ പറയാം. മൂന്നിറങ്ങലി മാവ് പുളിക്കും വരെ അതിൽ ഒളിച്ചു വെച്ച പുളിമാവിന് സദൃശ്യമാണ് ദൈവരാജ്യം. അപ്പൊ മൂന്നിറങ്ങലി മാവ് പുളിക്കും വരെ അതിൽ ഒളിച്ചു വെച്ച പുളിമാവ് പുളിക്കാത്ത മാവിൽ വെച്ചാൽ രണ്ടും ഒന്നായി തീരും എന്നാണ്. ജീവാത്മാ പരമാത്മാ ഐക്യമാണ് അതിൻ്റെ സാരം. അതുപോലെ തന്നെ അനവധി കാര്യങ്ങളുണ്ട്. സഹസ്രാണാം മനുഷ്യേഷു എന്ന് പറയുന്ന ഒരു സിദ്ധമുണ്ട്, ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. 10,000-ങ്ങളിൽ ഒരുവൻ മാത്രമേ എന്നെ അറിയുവാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്ന 10,000-ങ്ങളിൽ ഒരുവൻ മാത്രമേ എന്നിൽ എത്തുന്നുള്ളൂ എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഇടുങ്ങിയ വാതിൽ എന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ വളരെ ഇടുങ്ങിയതും വളരെ ദുർഘടവുമായിരിക്കും. അതിലെ കടന്നു പോകുന്നവർ അപൂർവവും എന്ന് പറയുന്നു. ഇങ്ങനെ അനവധി വാക്കുകൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൃഷ്ണഭക്തനായ യേശു എന്ന ഒരു പേജ് തന്നെ ഉണ്ട്. ഇപ്പം ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ക്രിസ്തു പറഞ്ഞത് വിതച്ചത് കൊയ്യും എന്നാണ്. അപ്പൊ വിതച്ചത് കൊയ്യും എന്ന് പറയുമ്പോൾ ക്രിസ്തു കൊയ്തത് വിതച്ചത് തന്നെയല്ലേ എന്നൊരു ചോദ്യം. ഒരു നിയമപാലകനും ബാധകമാണ്. ഇതൊരു പ്രപഞ്ച നിയമമാണ്. പ്രപഞ്ചത്തിൽ ജനിച്ചു പോയോ ആ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ നിയമം ബാധകമാണ്. അപ്പൊ ക്രിസ്തുവിനും ബാധകമാണ്. അപ്പൊ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ 12 വയസ്സുവരെയുള്ള ക്രിസ്തുവിൻ്റെ ജീവിതം വളരെ ദുഃഖം പിടിച്ചതായിരുന്നു, അപമാനകരമായിരുന്നു. കാരണം മറിയ ജോസഫിനെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ഈ മറിയയുടെ ജോലി വീടുകളിൽ തൊഴിലെടുക്കുകയായിരുന്നു. വീടുകളിലെ, അതായത് സെക്കറിയ എന്ന യഹൂദ പുരോഹിതന്റെ വീട്ടിൽ അയാളുടെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായിരിക്കെ, 3 മാസം ഗർഭിണിയായിരിക്കെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ചിലർ പറയും അടിച്ചുജോലിക്കാരിയായിരുന്നു എന്ന് പറയും. ഇപ്പോൾ BJP-യിൽ അങ്ങനെ അടിച്ചുകളിക്കാരി ആയ ഒരു സ്ത്രീയാണ് ബംഗാളിൽ മന്ത്രിയായിട്ട് എത്തുന്നത്. ചായക്കടക്കാരന് പ്രധാനമന്ത്രിയും അടിച്ചുകളിക്കാരിക്ക് മന്ത്രിയുമാകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം, അത് സംഘപരിവാർ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും സാധ്യമല്ല. വേറെ ചിലരൊക്കെ കേരളത്തിലായിട്ടുണ്ട്. ഒരു വിവരമില്ലാത്ത ആൾക്കാരെ പിണറായിയുടെ ചെൽപ്പടിക്ക്, പിണറായിയുടെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച ചില ആൾക്കാർ ഉണ്ട്, മന്ത്രിയായിട്ടുണ്ട്. അവർ ഒടുങ്ങാത്ത ഗതിയും കേരളത്തിന് വരുത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം എന്ന ഭീകരമായ ഗതി കേരളത്തിന് വരുത്തി അങ്ങനെ ഒരു മന്ത്രിയാണ്. വിഷയം പിന്നെയും മാറിപ്പോയി. ഞാൻ ക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ക്രിസ്തുവിനും ബാധകമാണ്. യഹൂദ മതവിശ്വാസപ്രകാരം ക്രിസ്തു ജാരസന്തതിയാണ്. ജോസഫ് ഉപേക്ഷിക്കാൻ പോയതാണ്. പിന്നെ അത് തിരുത്തി യഹോവയുടെ പുത്രനാക്കി മാറ്റിയത് പൗലോസ് എന്ന അപ്പോസ്തലനാണ്.
യഹൂദ മതത്തുമായിട്ട് ബന്ധിപ്പിക്കാൻ. കാരണം യഹൂദ മതത്തിനെതിരെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ വളർന്നു വരുന്നത് കണ്ടിട്ടാണ് പൗലോസ് എന്ന അപ്പോസ്തലൻ, പൗലോസ് എന്ന യേശുവിനെ പുറകെ നടന്ന് പീഡിപ്പിച്ച ആള് 7 വർഷങ്ങൾക്ക് ശേഷം ക്രൂശിക്കലിന് 7 വർഷങ്ങൾക്ക് ശേഷം ഡമാസ്കസിൽ വെച്ച് എനിക്ക് ക്രിസ്തുവിന്റെ ദർശനമുണ്ടായി എന്ന് പറഞ്ഞ് ക്രിസ്തുമതം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ ബാല്യകാലം വളരെ അപമാനകരമായിരുന്നു. അതുകൊണ്ടായിരിക്കാം 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അദ്ദേഹത്തിന്റെ ചരിത്രമില്ല. പക്ഷെ ഇന്ന് ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നു 12 വയസ്സിൽ ഭാരതത്തിൽ നിന്ന് വ്യാപാരികളുടെ കൂടെയോ ബുദ്ധമതക്കാരുടെ കൂടെ ഭാരതത്തിലേക്ക് പോരുകയും നളന്ദ, തക്ഷശില തുടങ്ങിയ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ തിരിച്ചു നിന്ന് അദ്ദേഹം പ്രഭാഷണം തുടങ്ങുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുന്നു. ഇവനെ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഇവൻ മേരിയുടെയും ജോസഫിന്റെയും മകനല്ലേ? ഇവന്റെ സഹോദരനും സഹോദരിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 30 വയസ്സിൽ ശരിക്കും യഹൂദ മതത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് യേശു നടത്തുക. ആദ്യം തന്നെ ചെന്ന് കയറുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് പുരോഹിതന്മാരെയൊക്കെ അടിച്ചിറക്കുകയാണ്, ചാട്ടവാറ് കൊണ്ട് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ യഹൂദർ എതിരായി തോന്നും. പിന്നെ സമന്വയിപ്പിക്കാനുള്ള അനവധി തവണ കാര്യങ്ങൾക്ക് പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ 3 വർഷം അനുഭവിച്ച പീഡനം, ക്രൂശിക്കലിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം കാശ്മീരിൽ താമസിച്ചിരുന്നെന്നാണ് പറയുന്നത്. റോസാബൽ എന്ന് പറയുന്ന ജൂയിഷ് സ്റ്റൈലിലുള്ള യേശുവിന്റെ ശവകുടീരം ഇന്നും കാശ്മീരിലുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ തപ്പിയാൽ അത് കിട്ടും. മുസ്ലിങ്ങൾ അത് ഈസാ നബിയുടെ എന്ന് പറയും. ഈസാ നബിയും യേശുവും ഒരാൾ തന്നെയാണ്. ഈസ എന്നാണ് യേശുവിനെ ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ വിഷയം ഇതല്ല. അപ്പൊ യേശുവിന്റെ പീഡന അനുഭവങ്ങൾ പൂർവജന്മ കർമ്മഫലമാണ് എന്നുള്ളതാണ്. പൂർവജന്മ കർമ്മഫലമാണെങ്കിൽ ഞാൻ മഹാഭാരതത്തിലേക്ക് വരികയാണ്. മഹാഭാരതത്തിലെ അർജുനന്റെ അനുഭവം. അർജുനൻ യുദ്ധസന്നദ്ധനായി പോർക്കളത്തിൽ നിൽക്കുമ്പോൾ തളർന്നു വീഴുകയും അങ്ങനെ ഭഗവത്ഗീതയുടെ സന്ദേശം കേട്ടിട്ട് യുദ്ധസന്നദ്ധനാകുകയാണ് ചെയ്യുന്നത്. പക്ഷെ അർജുനന്റെ യുദ്ധവേളകളിലെല്ലാം നിഷ്കാമകർമ്മം ഒരിക്കലും അർജുനൻ ചെയ്തിട്ടില്ല. നിഷ്കാമകർമ്മം ചെയ്താൽ മോക്ഷം കിട്ടുന്നതാണ്. അപ്പൊ അർജുനന്റെ പ്രവൃത്തികൾ കൊണ്ട് അർജുനൻ ആ ജന്മത്തിൽ ഒരിക്കലും മോക്ഷം കിട്ടാൻ പോകുന്നില്ല. അർജുനൻ ഭീകരമായ കൊല നടത്തിയ ആളാണ്. 11 അക്ഷൗഹിണികളെ കൊന്നൊടുക്കി. അതുമാത്രമല്ല, യുദ്ധത്തിൽ നിന്ന് വിമുഖനായി തളർന്നിരുന്നപ്പോഴൊക്കെ വാശിയും വൈരാഗ്യവും ഒക്കെ പുലർത്തി അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചതും കൃഷ്ണനാണ്. ഇനി കൃഷ്ണന്റെ ജീവിതത്തിലെ കൃഷ്ണന്റെ അവസാന കാലത്തെ വേടൻ അദ്ദേഹത്തെ അമ്പെയ്യുന്ന സമയത്ത് ആ വേടൻ കരഞ്ഞുകൊണ്ട് വിലപിക്കുമ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്: നിനക്ക് പാപമുണ്ടാകില്ല, കാരണം ഇതെന്റെ കർമ്മഫലമാണ്. പൂർവജന്മത്തിൽ ശ്രീരാമനായി ജനിക്കവേ ഞാൻ ബാലിയെ ഒളിയം പെയ്തു കൊന്നു, അതിൻ്റെ ഒരു ശിക്ഷയാണ് ഇതെന്ന് ഭഗവാൻ തന്നെ ആ വേടനോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈശ്വരന് തുല്യനായ കൃഷ്ണന് പോലും, ഈശ്വര അവതാരമെന്ന് വിശ്വസിക്കുന്ന കൃഷ്ണന് പോലും കർമ്മഫലത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ലെങ്കിൽ അർജുനനും അത് തന്നെയല്ലേ. അർജുനൻ ആ ജന്മത്തിൽ അപ്പൊ അർജുനന്റെ വീണ്ടും ചില കാര്യങ്ങളുണ്ട്. കർണനെ അധിക്ഷേപിക്കുന്നുണ്ട് അർജുനൻ. സൂതപുത്ര എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. ഈ സൂതപുത്ര എന്ന് പറയുമ്പോൾ സ്വന്തം ജ്യേഷ്ഠനാണ്. ഗാന്ധാരിക്ക് സൂര്യമന്ത്രം ഉപാസിച്ച് ഏതോ ബ്രാഹ്മണനിൽ നിന്ന് കിട്ടിയ സന്താനം. ദുർവാസാവെന്നും പറയും. ദുർവാസാവാണ് 5 മന്ത്രങ്ങൾ 6 മന്ത്രങ്ങൾ ഉപദേശിച്ചത്. ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്.
ബാക്കി 5 പുത്രന്മാരും 5 മന്ത്രങ്ങൾ ഉപാസിച്ച് ബ്രാഹ്മണരിൽ നിന്ന് സംയോഗം ഉണ്ടായി കിട്ടിയ സന്താനങ്ങളാണ് പാണ്ഡവരെല്ലാം. അർജുനും കർണനും അത് തന്നെ. ആ കർണനെ സൂതപുത്ര എന്നൊക്കെ അധിക്ഷേപിക്കുന്നുണ്ട്. ഈ അധിക്ഷേപം അടുത്ത ജന്മമായ, ഞാൻ പറയുന്നത് അർജുനന്റെ പുനർജന്മമാണ് യേശു. അർജുനന്റെ ആ കർമ്മത്തിൽ, ആ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളുടെ എല്ലാം പരിണാമം യേശുവിന് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇനിയും ബാക്കി ഞാൻ അടുത്തൊരവസരത്തിൽ ആകാം.